ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, നോൺ ടെക്നിക്കൽ ആൻഡ് ഹവൽദാർ തസ്തികയിലേക്കുള്ള നിയമനത്തിനായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 24/7/2025. SSLC പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഡേറ്റ്സ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 26/6/2025 മുതൽ 24/7/2025 വരെ. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 24/7/2025. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെന്റ് 25/7/2025. Dates of window for application for correction and online payment of correction charges 29/7/2025 മുതൽ 31/7/2025 വരെ. ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 24 വരെ 2025. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്ന വേക്കൻസികളാണ് ഈ വിജ്ഞാപന പ്രകാരമുള്ളത്. കേരളത്തിൽ നിയമനം ലഭിക്കാവുന്നതാണ്. ഇനി വേക്കൻസിയെ പറ്റി നോക്കാം. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ വേക്കൻസിയുടെ കറക്റ്റ് എണ്ണം പറഞ്ഞിട്ടില്ല. ഹവൽദാർ ഇൻ CBIC ആൻഡ് CBN 1075 ഒഴിവുകളാണുള്ളത്. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. കട്ട് ഓഫ് ഡേറ്റ് 1/8/2025. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതായത് MDSന് പ്രായപരിധി 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അതായത് 2/8/2000 1/8/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തത് ഹവൽദാർ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. 2/8/1998 1/8/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും PWBDയിൽ അൺറിസർവ്ഡ് ഓർ EWS വിഭാഗത്തിന് 10 വർഷവും PWBD OBC വിഭാഗത്തിന് 13 വർഷവും PWBD SC/ST വിഭാഗത്തിന് 15 വർഷവും എക്സ് സർവീസ്മാൻമാർക്ക് 3 വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. കൂടാതെ യുദ്ധത്തിൽ അപകടം സംഭവിച്ച ഡിഫൻസ് പേഴ്സണിന് 3 വർഷവും അതേ കാറ്റഗറിയിലുള്ള SC/ST വിഭാഗത്തിന് 8 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് സിവിലിയൻ 3 വർഷം പൂർത്തിയാക്കിയ എംപ്ലോയീസിന് 40 വയസ്സും അതേ വിഭാഗത്തിലുള്ള SC/ST വിഭാഗത്തിന് 45 വയസ്സും വിഡോസ് ആൻഡ് ഡിവോഴ്സ്ഡ് വുമൻസിന് 35 വയസ്സും അതേ വിഭാഗത്തിലെ SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 40 വയസ്സുമാണ് പ്രായപരിധി. അടുത്തത് എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. 1/8/2025 മുൻപ് SSLC പാസ്സായിരിക്കണം. കൂടാതെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി പാസ്സായവർക്കും അപേക്ഷിക്കാം. അടുത്തത് സ്കീം ഓഫ് എക്സാമിനേഷൻ. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും ഹവൽദാർ വേക്കൻസിക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ കൂടാതെ റീജിയണൽ ലാംഗ്വേജിലും എഴുതാവുന്നതാണ്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാവുന്നതാണ്. അടുത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇത് 2 സെഷനായിട്ടാണ് നടത്തുന്നത്. സെഷൻ 1-ൽ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീസണിംഗ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗും ആയിരിക്കും ഉള്ളത്. അതിൽ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിക്ക് 20 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. മാക്സിമം മാർക്ക് 60 മാർക്കാണ്. റീസണിംഗ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗിന് 20 ക്വസ്റ്റ്യൻസും മാക്സിമം 60 മാർക്കുമാണുള്ളത്. ഇതിന് ഈ 2 സെഷൻ, അതായത് ഫസ്റ്റ് സെഷന് ടൈം ഡ്യൂറേഷൻ 45 മിനിറ്റ് ആണ്. അടുത്ത സെഷൻ 2 വരുന്നത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനുമാണ്. ജനറൽ അവയർനെസ്സിന് 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മാക്സിമം മാർക്ക് 75 ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷന് 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മാക്സിമം മാർക്ക് 75 ആണ്. സെഷൻ 2-ന്റെ ടൈം ഡ്യൂറേഷൻ 45 മിനിറ്റ് ആണ്. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ പറ്റി നോക്കാം. വാക്കിംഗ് മെയിലിന് 15 മിനിറ്റിൽ 1600 മീറ്ററും ഫീമെയിലിന് 20 മിനിറ്റിൽ 1 കിലോമീറ്ററുമാണ്. അടുത്തത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PST. മെയിലിന് 157.5 സെന്റിമീറ്റർ ഹൈറ്റ്, ചെസ്റ്റ് 81 സെന്റിമീറ്റർ, ഫുള്ളി എക്സ്പാൻഡഡ് വിത്ത് മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെന്റിമീറ്റർ. അടുത്തത് ഫീമെയിൽ, ഹൈറ്റ് 152 സെന്റിമീറ്റർ, വെയിറ്റ് 48 കിലോ. ഇനി കേരളത്തിലെ എക്സാം സെന്ററുകളും കോഡുകളും നോക്കാം. എറണാകുളം 9213, കൊല്ലം 9210, കോട്ടയം 9205, കോഴിക്കോട് 9206, തൃശൂർ 9212, തിരുവനന്തപുരം 9211, കണ്ണൂർ 9202, കവരത്തി 9401. ഇനി അപ്ലൈ ചെയ്യുന്ന വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.ssc.gov.in. ഉദ്യോഗാർത്ഥികൾ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക.
നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.